നമസ്കാരം. MS മീഡിയ 4 ന്യൂസിലേക്ക് സ്വാഗതം. ചെമ്മാണിയോട് അയിലക്കര ജനകീയ കൂട്ടായ്മ മൂന്നാമതും ഇഫ്താർ വിരുന്നൊരുക്കി. ഇഫ്താർ വിരുന്നിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ബോധവൽക്കരണ ക്ലാസ്സിൽ മേലാറ്റൂർ സ്റ്റേഷൻ SI ഷെരീഫ് ക്ലാസ് എടുത്തു. എല്ലാ വിഷയങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യപൂർവ്വം ആളുകളോട് ഇതിന്റെ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറയായിരുന്നെങ്കിലും ആളുകളൊന്നും അത് വേണ്ട രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു മാസത്തിൽ നമ്മൾ അങ്ങോട്ട് പോയി പറഞ്ഞില്ലെങ്കിലും 5, 6, 7 ഒക്കെ പരിപാടികളിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിക്കും. പലപ്പോഴും പോകാൻ സമയം കിട്ടാറില്ല ഈ തിരക്കിനിടയിൽ. അപ്പൊ ഇപ്പൊ ആളുകൾക്ക് ഇങ്ങനെ പണ്ട് ആളുകൾ നമ്മൾ സാധാരണ പറയും ഇപ്പോഴാണ് ഓരോ ഡ്രസ്സിൽ ചൂട് പിടിച്ചിട്ടുള്ളത്, ഇപ്പോഴാണ് മക്കൾ വഴിതെറ്റി പോകുന്നുണ്ട്. ഈ പോക്ക് പോയാൽ ഒരു 10-20 കൊല്ലം കഴിഞ്ഞാൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. അതിന്റെ ആ ചൂട് ഇപ്പോഴാണ് നമ്മുടെ സമൂഹത്തിന് അറിയാൻ തുടങ്ങി. അപ്പൊ ഇത്ര കാലം ഞങ്ങളായിരുന്നു, പോലീസിന് മാത്രമേ ഇതിന് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. എക്സൈസുകാരും ഉണ്ടാവും ഇത് പിടിക്കാൻ നടക്കും. ഞങ്ങൾ എവിടെയെങ്കിലും ഒരു എക്സൈസ് പോലീസുകാർ എവിടെയെങ്കിലും ഒരു കഞ്ചാവ് പിടിച്ചാൽ ഒരു സാക്ഷി ഒപ്പിടാൻ പറഞ്ഞാൽ പോലും നിങ്ങൾ ആരും ഒപ്പിട്ടിരില്ല. കാരണം കോടതി പോണ്ടിരുന്നത് നമ്മൾ ബോർഡും ബാനറും വെക്കാനും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനൊക്കെ നമ്മൾ വളരെ ഉഷാറായിരിക്കും. പക്ഷെ ഞാനിപ്പോ നാളൊരു ദിവസം നമ്മുടെ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു സംഘടനയുടെ പരിപാടിയിൽ ഞാൻ പറഞ്ഞതാണ്, പലപ്പോഴും ഞങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഞാൻ അതിന്റെ അടിയിൽ കൂടി തന്നെ നിങ്ങളോട് പറയണേ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാധാരണ നമ്മളൊരു കഞ്ചാവോ അല്ലെങ്കിൽ MDMA അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ പത്തടിനോ മോർഫിനോ ഇതൊക്കെ മയക്കുമരുന്നാണ്. ഇതെന്ത് ഞങ്ങൾ പിടിച്ചാലും സാധാ കേസ് പോലെയല്ല. പിടിച്ചോ കൊടുക്കും. നമ്മൾ മനസ്സിലാക്കണം, കോടതിന്റെ മുന്നിൽ നമ്മൾ കുറ്റക്കാരാണ്. പലപ്പോഴും കോടതി നമ്മളെ ക്രോസ് ചെയ്യാനായിട്ട് തോന്നും നമ്മളെന്തോ മഹാപാതകം ചെയ്തു. നമ്മൾ ചെയ്ത തെറ്റെന്തായിരിക്കും? നമ്മളൊരു കഞ്ചാവ് കച്ചവടക്കാരെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളെടുത്ത് വരുന്ന ചെറിയ ചെറിയ അപാകതകളാണ് പറയുന്നത്. അപ്പോ സാധാരണ ഇത്തരം കേസുകളൊക്കെ പിടിച്ചു കഴിഞ്ഞാല് ഒരു സ്വതന്ത്ര സാക്ഷിയെങ്കിലും വേണം നമ്മൾ ഓനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഈ സ്വതന്ത്ര സാക്ഷിയാണ് പോലീസിനൊന്നും അംഗീകരിക്കില്ല. പോലീസ് കോടതി എന്താ പറയുന്നത്? അത് നിങ്ങൾ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാ, അങ്ങനെ പ്രശ്നക്കാരൊന്നല്ല. അപ്പൊ ഒരു സ്വതന്ത്ര സാക്ഷി വേണം. എല്ലാ നാട്ടിലും ഉണ്ടാവും മലയാളികളായി 1-2 ആൾക്കാർ, ഞങ്ങളാൾക്കാർ ഓരോ നമ്മൾ ഓരോ വിളിക്കും, ഓരോ ഒപ്പിട്ട് സ്ഥിരമായി ഇങ്ങനെ ഒപ്പിട്ടപ്പോ ഒരിക്കലും മഞ്ചേരിയിൽ നിന്ന് കോടതിയിൽ ചോദിച്ചതാ, അല്ല നിങ്ങൾ ഈ കഞ്ചാവ് പിടിക്കാൻ പോകുന്ന സമയത്ത് ഇയാളെ കൂടെ കൊണ്ടുപോകാനാണോ അതോ കഞ്ചാവുള്ള സ്ഥലത്ത് അയാൾ പോയി നിൽക്കലാന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചതാ. കാരണം കൊളത്തൂർ പോലീസ് സ്റ്റേഷനിൽ പിടിക്കുന്ന എല്ലാ കേസിലും സാക്ഷി പറയാൻ 2 മനുഷ്യന്മാരുണ്ട്. ഒരേ ചെയ്യുള്ളൂ. നാട്ടുകാർ ആരും ചെയ്തില്ല, കണ്ടാലും സാക്ഷി പറയില്ല. മഹല്ല ഖത്തീബ് അബ്ദുൽ ഹമീദ് ഫൈസി പാണ്ടിക്കാട് നേതൃത്വം നൽകി. വിവിധ പ്രമുഖർ പങ്കെടുത്തു. റമദാനിന്റെ അവസാനത്തെ 10ന്റെ പുണ്യം കരസ്ഥമാക്കാൻ വിശ്വാസികളുടെ പങ്കാളിത്തം ഏറെ പരിപാടിക്ക് ഭംഗിയായി. ന്യൂസ് ബ്യൂറോ, ചെമ്മാണിയോട്.